എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ശമ്പളത്തിനും പെൻഷനും മറ്റ് ചെലവുകൾക്കും പണം ഉറപ്പാക്കുന്നതിനായി വി.ഡി. സതീശൻ സർക്കാരും കടമെടുക്കൽ ആരംഭിക്കുന്നു. ആദ്യ കടമെടുപ്പ് മെയ് 26 ചൊവ്വാഴ്ച നടക്കും. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടപ്പത്രം ഇറക്കിയാണ് കടമെടുപ്പ്. അതേസമയം കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ കേന്ദ്ര സർക്കാർ കടുംവെട്ട് ഈ പ്രാവശ്യവും നടത്തിയിട്ടുണ്ട്. നേരത്തെ ഇതേ കാരണത്താൽ LDF സർക്കാരും കേന്ദ്ര സർക്കാരും നിയമ പോരാട്ടങ്ങളിലേക്ക് കടന്നിരുന്നു. വി.ഡി. സതീശൻ സർക്കാരും കേന്ദ്രവുമായി ഏറ്റുമുട്ടലുണ്ടാകുമോ എന്ന് ഇപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ഷേമ പെൻഷൻ 25 മുതൽ ആരംഭിക്കും എന്നാണ് ഉത്തരവിൽ ഉള്ളത്. 25 മുതൽ ആരംഭിക്കും എന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളതും. ഇത് പ്രകാരം 25-ാം തീയതി പെൻഷൻ ലഭിക്കുകയാണ് എങ്കിൽ മറ്റു ഫണ്ടുകൾ ഉപയോഗിച്ചായിരിക്കും പെൻഷൻ വിതരണം നടക്കുക. ഇല്ല എങ്കിൽ ചൊവ്വാഴ്ച കടമെടുപ്പിന് ശേഷം ബുധനാഴ്ചയായിരിക്കും പെൻഷൻ വിതരണം ആരംഭിക്കുക. പുതിയ സർക്കാർ അധികാരത്തിലേറുന്നതിന് മുമ്പ് തന്നെ മെയ് 12-ന് കേരളം 2800 കോടി രൂപ കടമെടുത്തിരുന്നു. 7 വർഷത്തെ തിരിച്ചടവ് കാലാവധിയിൽ 400 കോടി രൂപയും 11 വർഷത്തെ കാലാവധിയിൽ 1000 കോടി രൂപയും 16 വർഷത്തെ കാലാവധിയിൽ 1400 കോടി രൂപയുമാണ് അന്ന് സമാഹരിച്ചത്. ഇതോടെ നടപ്പ് സാമ്പത്തിക വർഷത്തെ പൊതുകടം 4600 കോടി രൂപയായി വർദ്ധിക്കും. അതായത് LDF സർക്കാരിന്റെ കാലാവധി കഴിയുകയും പുതിയ സർക്കാർ അധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്നെ കടമെടുപ്പ് കഴിഞ്ഞ ആഴ്ചകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് സാരം. ഓരോ സാമ്പത്തിക വർഷവും സംസ്ഥാന സർക്കാരുകളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിക്കും മുമ്പ് തൽക്കാലത്തേക്ക് കടമെടുക്കാൻ അനുവദിക്കാറുണ്ട്. ഇക്കുറി കേരളത്തിന് ഇപ്രകാരം 4700 കോടി രൂപ എടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത് പ്രകാരമുള്ള കടമെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. നടപ്പു സാമ്പത്തിക വർഷത്തെ ആദ്യ 9 മാസങ്ങളിൽ, അതായത് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ 23,000 കോടി രൂപയാണ് കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രം നൽകിയിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഡിസംബർ വരെ 29,529 കോടി രൂപ കടമെടുക്കാൻ അനുവദിച്ചിരുന്നു. ഇത്തവണ 6,500 കോടി രൂപയോളം വെട്ടിച്ചുരുക്കിയിട്ടുണ്ട്. നടപ്പു സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന്റെ ആഭ്യന്തര ഉൽപാദനം 16.29 ലക്ഷം കോടി രൂപയായി വർദ്ധിക്കുമെന്നാണ് ബജറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ധന ഉത്തരവാദിത്ത നിയമം അനുസരിച്ച് ഇതിന്റെ 3.5% വരെ കേരളത്തിന് കടമെടുക്കാൻ അവകാശമുണ്ട്. അതായത് 48,872 കോടി രൂപ കടമെടുക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ പിണറായി സർക്കാർ കിഫ്ബി വഴിയും പെൻഷൻ കമ്പനി വഴിയും എടുത്തിട്ടുള്ള വായ്പ കൂടി കേരളത്തിന്റെ പൊതുകടമായി പരിഗണിച്ചാണ് കേന്ദ്രം പരിധിയിൽ കുറവ് വരുത്തിയിരിക്കുന്നത്. ഇത് ജനപ്രിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ വി.ഡി. സതീശൻ സർക്കാരിന് തിരിച്ചടിയാകും. മെയ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിന് 1070 കോടി രൂപ സർക്കാർ ഇതിനകം തന്നെ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നാണ് UDFന്റെ പ്രഖ്യാപനം. ഇത് നടപ്പിലാക്കാൻ പ്രതിമാസം 1650 കോടി രൂപ വേണ്ടിവരുമെന്നാണ് കണക്ക്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ പ്രതിമാസം 122 കോടി രൂപയും നഷ്ടമുണ്ടാകുമെന്ന റിപ്പോർട്ടുണ്ട്. ഈ തുക സർക്കാരിന് അധികമായി കണ്ടെത്തേണ്ടി വരും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കടമെടുപ്പ് പരിധി വെട്ടി ചുരുക്കിയതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന കേന്ദ്ര സർക്കാർ പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു. ഈ സർക്കാരിനും ആ ഒരു നടപടിയിലേക്ക് പോവേണ്ടി വന്നേക്കും എന്നുള്ള സൂചനകളാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത്. എന്തായാലും ക്ഷേമ പെൻഷൻ 25 മുതൽ ആരംഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കടമെടുപ്പ് 26-നാൽ അതിനുശേഷം 27-ാം തീയതി തുക ലഭിച്ചേക്കാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം. അധികവും 25-ാം തീയതി വൈകുന്നേരത്തോടു കൂടി തുക എത്താനാണ് സാധ്യത. അന്ന് എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ 27-ാം തീയതി പ്രതീക്ഷിച്ചാൽ മതി. പിന്നെ അടുത്ത ദിവസം പൊതു അവധിയാണ്. അതിനും ശേഷമായിരിക്കും കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ അടുത്ത മാസം മുതൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടി സൈറ്റിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത മാസം മുതൽ വീണ്ടും ആ ഒരു പദ്ധതി ആരംഭിക്കുന്നതായിരിക്കും. കുടിശ്ശികയായിട്ടുള്ള തുക വീണ്ടും ലഭിക്കുമോ എന്നുള്ള കാര്യം ഇപ്പോൾ അറിയില്ല. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്ക് ബൈ.